വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇത് ദർശനമാലയിലെ 4-ാം അധ്യായമായ മായാദർശനത്തിലെ 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ശ്ലോകം: ധീയതേസ്മിൻ പ്രഹർഷേണ ബീജേ വൃക്ഷമിവാഖിലം തതഃ പ്രധാന്യതോ വാസ്യാത് പ്രധാനമിതി കഥ്യതേ. ഒന്നുകൂടി: ധീയതേസ്മിൻ പ്രകർഷേണ ബീജേ വൃക്ഷമിവാഖിലം അതഃ പ്രധാന്യതോ വാസ്യാത് പ്രധാനമിതി കഥ്യതേ. പ്രധാനം എന്ന മായയെപ്പറ്റി പറയുന്നു. ഒരു വൃക്ഷത്തിൻ്റെ വിത്തിൽ എപ്രകാരം ഒരു വിശാലമായ വൃക്ഷം ഉണ്ടായി നിലനിൽക്കാൻ വേണ്ടതായ സർവ്വതും അടങ്ങിയിരിക്കുന്നുവോ, അപ്രകാരം ഈ വിശാലമായ വിശ്വസൃഷ്ടിക്കുള്ള സർവ്വതിനെയും അടക്കി വച്ചിരിക്കുന്ന മായയെ അതിൻ്റെ പ്രാധാന്യത്തെ മുൻനിർത്തി പ്രധാനം എന്ന പേരിൽ പറയപ്പെടുന്നു. പ്രധാനം എന്ന വാക്കിന് പ്രകർഷേണ ധരിക്കുന്നത് എന്നും മൂലപ്രകൃതി എന്നും രണ്ടർത്ഥമുണ്ട്. മൂലപ്രകൃതിയിൽ നിന്നാണല്ലോ സർവ്വതും ജനിക്കുന്നത്. അതിനാൽ മൂലപ്രകൃതി സർവ്വതിനെയും ധരിക്കുന്നതുമാണ്. എന്നാൽ പ്രകൃതി മായയുമാണ്. മൂലപ്രകൃതിയാകുന്ന മായയ്ക്ക് പ്രധാനം എന്ന് പേരു വരാനുള്ള കാരണം അത് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും ഏകമായ ബീജരൂപം അഥവാ ഉൽപ്പത്തിസ്ഥാനം ആയതിനാലാണ്. പ്രധാനം എന്ന ഈ മായയിൽ നിന്ന് ഈ പ്രപഞ്ചം മുളച്ച് വളർന്ന് വികസിച്ച് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നത് എപ്രകാരം ആണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം രചിച്ച ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ ഒരു ശ്ലോകത്തിൽ ഇപ്രകാരം സംക്ഷേപിച്ചിരിക്കുന്നു: അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി വരുമിതിനോടൊരിതന്തവാമയായും വരുമിവ 2 ലഭങ്ങൾ പോലെ മായാമരമഖിലം മറയപ്പടർന്നിടുന്നു. ഇവിടെ മായാമരം, മായാവൃക്ഷം, ഒരു മായാവൃക്ഷം ഉള്ളതായി പറയുന്നു. ആ വൃക്ഷത്തിൽ അഹന്തയെന്നും ഇതന്തയെന്നും പേരുള്ള 2 വള്ളിച്ചെടികൾ കയറി പടർന്ന് പന്തലിച്ച് ആ വൃക്ഷത്തെ മുഴുവനും മൂടിയിരിക്കുന്നതായി പറയുന്നു. അഹന്തയും ഇതന്തയുമാകുന്ന വള്ളിച്ചെടികളാൽ ആ മായാവൃക്ഷം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മായ എന്നാൽ ഇല്ലാത്തതാണല്ലോ. അപ്പോൾ മായയെ മറയ്ക്കുക എന്നാൽ മായയെ മായയായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നർത്ഥം. അതായത് മായയെ ഉള്ളതാക്കി കാണിക്കുന്നു എന്നർത്ഥം. വള്ളിച്ചെടികൾ ഒരു മരത്തിൽ ആ മരത്തെ മറയ്ക്കത്തക്ക വിധത്തിൽ പടർന്നു കയറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ മരത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ ഒരു മരം ഉള്ളത് വ്യക്തമാണ്. ആ മരത്തെ ആശ്രയിച്ചാണ് വള്ളിച്ചെടികൾ നിലനിൽക്കുന്നത്. ഇവിടെ പറയപ്പെട്ട വള്ളിച്ചെടികൾ അഹന്തയും ഇതന്തയുമാണ്. ഈ അഹന്തയും ഇതന്തയും എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ ആ മായാമരം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നീട് ആ മായാമരം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ വിത്ത് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ പ്രധാനം എന്ന മായ എന്താണ് എന്നും മനസ്സിലാകും. ആത്മാവ് ദേഹിയായി ദേഹത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ച് സ്വസങ്കല്പത്താൽ പ്രപഞ്ചദൃശ്യങ്ങളെ സൃഷ്ടിച്ച് പ്രപഞ്ചവീക്ഷണം നടത്തുമ്പോൾ കാണുന്നവനായ ഞാൻ ഉണ്ട്
എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് അഹന്തയും കാണപ്പെടുന്ന ഇതെല്ലാം ചേർന്ന ജഗത്ത് എന്ന ഇതന്തയും ഉണ്ടാകുന്നു. അതായത് ഞാനെന്ന ഭാവം അഹന്തയും ഞാനല്ലാത്തതായി അറിയപ്പെടുന്ന സർവ്വതും ഇതന്തയുമാണ്. ഈ രണ്ടുമല്ലാതെ മൂന്നാമതായി ഉള്ളത് ഞാൻ എന്നത് ഈ കാണപ്പെടുന്ന ജഗത്തിൽ ജനിച്ച് ജീവിക്കുന്നതും ഒരിക്കൽ മരിച്ച് ഇല്ലാതാകുന്നതുമായ ഒരു വ്യക്തി ആണ് എന്നും ഈ ജഗത്ത് മുൻപേ ഉള്ളതും എൻ്റെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്നതും ആയ നിത്യവസ്തുവാണ് എന്ന ബോധവുമാണ്. ഈ ബോധത്തിലാണ് ജഗത്ത് നിലനിൽക്കുന്നത്. ഇത് അജ്ഞാനജന്യമായ അറിവാണ്, തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണയെ ഉണ്ടാക്കിയ മായാശക്തി എന്തോ അതാണ് ഈ പ്രപഞ്ചവൃക്ഷത്തിൻ്റെ വിത്ത്. അതിനെയാണ് ഇവിടെ പ്രധാനം എന്ന മായ എന്ന് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.